നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ചില ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചില ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്. സംതിങ് ഓർ അതർ, സംവേർ ഓർ അതർ, സം ടൈം ഓർ അതർ, സം ഡേ ഓർ അതർ, സംഹൗ ഓർ അതർ, സംവൺ ഓർ അതർ. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാം സ്പോക്കൺ ഇംഗ്ലീഷിൽ. അപ്പോൾ ആ എക്സ്പ്രഷൻസൊക്കെ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, എവിടെയാണത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം സംതിങ് ഓർ അതർ. സംതിങ് ഓർ അതർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തെങ്കിലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്ന്. ഇപ്പോൾ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പറയാറില്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുണ്ടാവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും എന്ന് പറയും. അതാണ്, അവിടെയാണ് സംതിങ് ഓർ അതർ എന്ന് യൂസ് ചെയ്യുന്നത്. യു വിൽ ലേൺ സംതിങ് ഓർ അതർ, യു വിൽ ലേൺ സംതിങ് ഓർ അതർ. എന്തെങ്കിലുമൊക്കെ, അത് കൃത്യമായിട്ട് എന്താണ് എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനാകും അവിടെ ചെന്നാൽ എന്നാണ് പറയുന്നത്. യു വിൽ ലേൺ സംതിങ് ഓർ അതർ. ഷീ വാസ് ടെല്ലിങ് യു സംതിങ് ഓർ അതർ. അവൾ നിന്നോട് എന്തോ സംസാരിക്കുകയായിരുന്നു. സംതിങ് ഓർ അതർ എന്ന് പറഞ്ഞാൽ എന്തോ സംസാരിക്കുകയായിരുന്നു. എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല, നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പറയാനും അറിയില്ല. നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽസ് നമുക്കറിയില്ല, അതല്ലെങ്കിൽ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അപ്പോഴും നമുക്കത് യൂസ് ചെയ്യാം. അവൾ എന്തോ നിന്നോട് പറയുന്നുണ്ടായിരുന്നു. ഷീ വാസ് ടെല്ലിങ് യു സംതിങ് ഓർ അതർ. You can do something or other in your life. You can do something or other in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു, അവിടെ ക്യാൻ എന്ന മോഡൽ വെർബ് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഏത് ടെൻസിൽ വേണമെങ്കിലും നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. മോഡൽ വെർബ്സിൻ്റെ കൂടെയും ഉപയോഗിക്കാം. യു വിൽ ഫൈൻഡ് സംതിങ് ഓർ അതർ ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ കാണും, ഒന്ന് പോയി നോക്കൂ, എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ. യു വിൽ സീ, യു വിൽ ഫൈൻഡ്, ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ കാണും, ഒന്ന് തുറന്നു നോക്കൂ ഫ്രിഡ്ജ്. യു വിൽ ഫൈൻഡ് സംതിങ് ഓർ അതർ ഇൻ ദ ഫ്രിഡ്ജ്. ഐ എം നോട്ട് ഷുവർ വാട്ട്സ് കോസിങ് ദ പ്രോബ്ലം, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് സംതിങ് ഓർ അതർ വിത്ത് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. എന്തോ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്, അതെന്താണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ അറിയില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് സംതിങ് ഓർ അതർ വിത്ത് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷേ അത് എന്തോ ആ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിൽ നമ്മൾ പറയുകയാണ്. നമുക്ക് കൃത്യമായി അതെന്താണ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ അറിയില്ല, ആ സ്പെസിഫിക് ഡീറ്റെയിൽസ് നമുക്കറിയില്ല, എന്തോ ഒന്ന്. അടുത്തത് സംവേർ ഓർ അതർ. സംവേർ എന്ന് പറയുമ്പോൾ അതൊരു പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പ്ലേസുമായി റിലേറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഏതാണ് പ്ലേസ്, കൃത്യമായി ഏതാണ് ലൊക്കേഷൻ എന്നൊന്നും നമുക്കറിയില്ല. ഹീ ലിവ്സ് സംവേർ ഓർ അതർ ഇൻ ദിസ് സിറ്റി. ഹീ ലിവ്സ് സംവേർ ഓർ അതർ. അവൻ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ എവിടെയോ ആണ് താമസിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ലൊക്കേഷൻ നമുക്കറിയില്ല. സംവേർ ഓർ അതർ. യു വിൽ ഗെറ്റ് ദിസ് പെൻ സംവേർ ഓർ അതർ. നിങ്ങൾക്ക് ഈ പെൻ എവിടെയെങ്കിലുമൊക്കെ കിട്ടും, എവിടെയാണ് കിട്ടുന്നതെന്ന് കൃത്യമായി പറയാൻ അറിയില്ല. യു വിൽ ഗെറ്റ് ദിസ് പെൻ സംവേർ ഓർ അതർ. എവിടെയെങ്കിലുമൊക്കെ അത് അവൈലബിൾ ആണ് എന്നതാണ്. ഐ ലെഫ്റ്റ് മൈ കീസ് സംവേർ ഓർ അതർ ഇൻ ദ ഹൗസ്. എൻ്റെ കീ ഞാൻ എവിടെയോ വെച്ചു, പക്ഷേ അത് എവിടെയാണ്, വീട്ടിൽ തന്നെയാണ്, പക്ഷേ അത് എവിടെയോ വെച്ചു എന്നാണ്. ഐ ലെഫ്റ്റ് മൈ കീസ് സംവേർ ഓർ അതർ ഇൻ ദ ഹൗസ്. വി വിൽ ഗോ ഓൺ എ പിക്നിക് സംവേർ ഓർ അതർ. ഞങ്ങളൊരു പിക്നിക്കിന് പോകുന്നു. അത് എവിടെയെങ്കിലും പോകും, ഒരു സ്ഥലത്തല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത്, അത് എവിടെയെങ്കിലും പോകും, പക്ഷേ എവിടെയാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയാം. സം വൺ ഓർ അതർ. സം വൺ എന്ന് പറയുമ്പോൾ ആരെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും, ആരെങ്കിലും ഒക്കെയോ എന്ന് പറയില്ലേ, അതാണ് സം വൺ ഓർ അതർ. സം വൺ ഓർ അതർ വിൽ ഹെൽപ്പ് യു. ആരെങ്കിലും ഒക്കെ നിന്നെ ഹെൽപ്പ് ചെയ്യും. സം വൺ ഓർ അതർ ഈസ് നോക്കിംഗ് ദ ഡോർ. ആരോ ഡോറിൽ മുട്ടുന്നുണ്ട്. സം വൺ ഓർ അതർ ഈസ് നോക്കിംഗ് ദ ഡോർ. ലാസ്റ്റ് നൈറ്റ് സം വൺ ഓർ അതർ വാസ് ഫോളോയിങ് മീ. ഇന്നലെ രാത്രി ആരോ ഒരാൾ, ആരെങ്കിലുമോ, അത് ആരാണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ അറിയില്ല, ആരോ ഫോളോയിങ് മീ എന്ന് പറഞ്ഞാൽ പിന്തുടരുന്നുണ്ടായിരുന്നു. ഐ എം നോട്ട് ഷുവർ ഹു ഈസ് കമ്മിങ് ടു ദ പാർട്ടി.
ബട്ട് സം വൺ ഓർ അതർ വിൽ ബി ദർ. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ ആരാണ് വരുന്നതെന്ന് കൃത്യമായി പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഐ എം നോട്ട് ഷുവർ ഹു ഈസ് കമ്മിങ് ടു ദ പാർട്ടി. ബട്ട് സം വൺ ഓർ അതർ വിൽ ബി ദർ. ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. സം ടൈം ഓർ അതർ. സം ടൈം ഓർ അതർ എന്ന് പറയുന്ന ഒരു ടൈമിനെ പറ്റിയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ടൈം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സം ടൈം ഓർ അതർ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് വരും എന്നാണ് മീനിങ്. ഷി വിൽ അണ്ടർസ്റ്റാൻഡ് മൈ പ്രോബ്ലം സം ടൈം ഓർ അതർ. അവൾ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും എപ്പോഴെങ്കിലും. അത് എപ്പോഴാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് അറിയില്ല. സം ടൈം ഓർ അതർ ഷി വിൽ അണ്ടർസ്റ്റാൻഡ് മൈ പ്രോബ്ലംസ്. ഹി ക്യാൻ ഹെൽപ്പ് അസ് സം ടൈം ഓർ അതർ. അവന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എപ്പോഴെങ്കിലും, ഏതെങ്കിലും ഒരു സമയത്ത്. സം ടൈം ഓർ അതർ. സം ടൈം ഓർ അതർ ജോൺ വിൽ കം ടു മീറ്റ് മീ. സം ടൈം ഓർ അതർ ജോൺ വിൽ കം ടു മീറ്റ് മീ. ജോൺ എന്നെ കാണാൻ ഏതെങ്കിലും ഒരു സമയത്ത് വരും. ഏതെങ്കിലും ഒരു സമയത്ത് വരും. അത് കൃത്യമായി ഇന്ന സമയത്ത് തന്നെ വരും എന്ന് പറയാൻ പറ്റില്ല. സം ടൈം ഓർ അതർ. ഐ വിൽ വിസിറ്റ് യു സം ടൈം ഓർ അതർ വെൻ ഐ ആം ഇൻ ടൗൺ. ഞാൻ ടൗണിൽ വരുമ്പോൾ നിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നിന്നെ മീറ്റ് ചെയ്യാൻ വരും. ഐ വിൽ വിസിറ്റ് യു സം ടൈം ഓർ അതർ വെൻ ഐ ആം ഇൻ ടൗൺ. സം ഹൗ ഓർ അതർ. സം ഹൗ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ, എങ്ങനെയെങ്കിലും എന്ന് പറയില്ലേ, അതാണ്. വി വിൽ ഗോ ദർ സം ഹൗ ഓർ അതർ. ഞങ്ങൾ അവിടെ പോകും, എങ്ങനെയെങ്കിലുമൊക്കെ പോകും, ഏതെങ്കിലും ഒരു തരത്തിൽ. അത് ഏത് തരത്തിലാണ് എന്ന് പറയാൻ പറ്റില്ല. സം ഹൗ ഓർ അതർ. ഹി ക്യാൻ സോൾവ് യുവർ പ്രോബ്ലംസ് സം ഹൗ ഓർ അതർ. അവന് നിൻ്റെ പ്രോബ്ലംസൊക്കെ പരിഹരിക്കാൻ സാധിക്കും, എങ്ങനെയെങ്കിലും, ഏതെങ്കിലും ഒരു വിധത്തിൽ അവനത് സാധിക്കും എന്നാണ്. ഹി ക്യാൻ സോൾവ് യുവർ പ്രോബ്ലംസ് സം ഹൗ ഓർ അതർ. ഫിനിഷ് ദ ഹോംവർക്ക് സം ഹൗ ഓർ അതർ. ഹോംവർക്ക് വേഗം ഫിനിഷ് ചെയ്യൂ. സം ഹൗ ഓർ അതർ, എങ്ങനെയെങ്കിലും അത് വേഗം ഫിനിഷ് ചെയ്യൂ. ഐ മാനേജ്ഡ് ടു ഫിക്സ് ദ ബ്രോക്കൺ ചെയർ സം ഹൗ ഓർ അതർ ബട്ട് ഐ ആം നോട്ട് ഷുവർ ഹൗ ഐ ഡിഡ് ഇറ്റ്. സം ഡേ ഓർ അതർ. ഏതെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ വേറെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം, അത് ഏത് ദിവസമെന്ന് പറയാൻ പറ്റില്ല. വി വിൽ ട്രാവൽ ടു യൂറോപ്പ് സം ഡേ ഓർ അതർ. യൂറോപ്പിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യും സം ഡേ ഓർ അതർ, ഏതെങ്കിലും ഒരു ദിവസം. സം ഡേ ഓർ അതർ ഹി വിൽ ഓൾസോ സ്കോർ എ സെഞ്ച്വറി. ഹി വിൽ ഓൾസോ സ്കോർ എ സെഞ്ച്വറി. അവനും സെഞ്ച്വറി അടിക്കും ഏതെങ്കിലും ഒരു ദിവസം. അപ്പോൾ ഈ എക്സ്പ്രഷൻസൊക്കെ വളരെ ഈസിയായി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ കൂടുതൽ സെൻറ്റൻസസ് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുകയും ചെയ്യുക.